തുറമുഖ കമ്മീഷനിങ് കഴിഞ്ഞെങ്കിലും വിഴിഞ്ഞത്തെ ചൊല്ലിയുള്ള രാഷ്ട്രീയ വിവാദം അവസാനിക്കുന്നില്ല. ചടങ്ങിൽ പങ്കെടുക്കാത്ത പ്രതിപക്ഷ നേതാവിൻ്റേത് സങ്കുചിത രാഷ്ട്രീയമാണെന്നും BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ മുദ്രാവാക്യം വിളിച്ച് അല്പത്തരം പ്രദർശിപ്പിച്ചെന്നും CPM കുറ്റപ്പെടുത്തി. ഉദ്ഘാടന ചടങ്ങിൽ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ പേര് പരാമർശിക്കാത്തതിൽ ഡോക്ടർ ശശി തരൂർ MP വിമർശനം ഉന്നയിച്ചു. രാജീവ് ചന്ദ്രശേഖർ അല്പത്തരം കാണിക്കുന്നയാളെന്നാണ് ദേശാഭിമാനി മുഖപത്രം. ഉദ്ഘാടന വേദിയിൽ പിൻവാതിലിലൂടെ ഇരിപ്പിടം തരപ്പെടുത്തിയെന്നും മുഖപത്രത്തിൽ വിമർശിച്ചു. ശശി തരൂർ, M. വിൻസെന്റ് എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തതോടെ VD സതീശൻ ഒറ്റപ്പെട്ടുവെന്നും ദേശാഭിമാനി മുഖപത്രം വിമർശിച്ചു. പ്രതിപക്ഷ നേതാവിന്റെ നടപടി രാഷ്ട്രീയബദ്ധം എന്നായിരുന്നു മന്ത്രി VN വാസവന്റെ പ്രതികരണം. നിശ്ചയമായും അദ്ദേഹം ഞാൻ പറയുന്നത് കുറെ കൂടി രാഷ്ട്രീയമായി വിവേകശാലിയായി മാറണം. എപ്പോഴും താൽക്കാലികമായി ഉണ്ടാകുന്ന വികാരങ്ങൾക്ക് അടിമപ്പെട്ടൊരു ശൈലി സ്വീകരിച്ചു പോകുന്ന ഒരിക്കലും ശരിയല്ല. ഒരു നാടാകെ ഇരമ്പിയാർത്ത് വരുമ്പോൾ ആ ഇരമ്പിയാർത്ത് വരുന്ന നാടിനെ ഒപ്പം നെഞ്ചേറ്റാൻ കഴിയുന്ന വീക്ഷണം ഏതൊരു പൊതുപ്രവർത്തകനും ഉണ്ടാവണം. മനസാക്ഷിക്കുത്തുകൊണ്ടാണ് പ്രതിപക്ഷ നേതാവ് ചടങ്ങിൽ പങ്കെടുക്കാത്തത് എന്ന് CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. ഇങ്ങനെയൊരു പരിപാടി ഇവിടെ നടത്താൻ പാടില്ല എന്ന് പരസ്യമായിട്ട് നിലപാട് സ്വീകരിച്ച് വിമോചന സമരം ഇവിടെ ഞങ്ങൾ ആരംഭിക്കുന്നു എന്ന് പറഞ്ഞിട്ട് കലാപം നടത്തി പോലീസ് സ്റ്റേഷൻ ആക്രമിച്ചവർക്ക് എങ്ങനെയാണ് അതിൻ്റെ മനോഹരമായിട്ടുള്ള ഇതുപോലൊരു ചടങ്ങിൽ പങ്കെടുക്കാനാവുക? മനസാക്ഷിക്കുത്താണ്. രാജീവ് ചന്ദ്രശേഖർ സംസ്ഥാന സർക്കാരിന്റെ ഔദാര്യത്തിലല്ല ചടങ്ങിൽ പങ്കെടുത്തതെന്നാണ് BJP നേതാവ് K. സുരേന്ദ്രന്റെ പ്രതികരണം. BJP സംസ്ഥാന പ്രസിഡന്റ് ശ്രീ രാജീവ് ചന്ദ്രശേഖർജി വിഴിഞ്ഞം തുറമുഖത്തിൻ്റെ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്തത് കേരള സർക്കാരിൻ്റെ ഒരു ഔദാര്യത്തിലുമല്ല. ചടങ്ങിൽ പ്രസംഗിച്ചവർ ഉമ്മൻചാണ്ടിയുടെ പേര് പരാമർശിക്കാത്തതിൽ ലജ്ജയുണ്ടെന്ന് ഡോക്ടർ ശശി തരൂർ MP ഫേസ്ബുക്കിൽ കുറിച്ചു. അതിനിടെ കേന്ദ്ര തുറമുഖ വകുപ്പ് പുറത്തിറക്കിയ പരസ്യത്തിൽ മുഖ്യമന്ത്രിയുടെ ചിത്രവും ഉൾപ്പെട്ടു. 24 തിരുവനന്തപുരം.